മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്നാ വല്യപ്പച്ചൻ പറയാർ. എന്നാലും സാറമോള് നമ്മളോടത് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. പല്ല് തേക്കുന്ന ബ്രഷ് കണ്ടിട്ടില്ലേ? ഡേവിഡ്, നീ പല്ല് തേക്കുന്നില്ലേ? ഇതാ ഉമിക്കിരി. അച്ഛൻ വന്ന് ആവശ്യപ്പെട്ടൊരു കാര്യം ഇന്നേ വരെ മോഹനൻ നായർ തള്ളിയിട്ടുണ്ടോ? എന്റെ കൂടെ അച്ഛനെ കാണാൻ ഒരു കുടുംബം വന്നിട്ടുണ്ട്. അതെന്തിനാ അമ്മച്ചി എന്നോട് പറയുന്നേ? ഞാൻ പറഞ്ഞിട്ടാണോ കൊച്ചേട്ടൻ കൂട്ടം കൂടി നടക്കുന്നേ? ഇവനെ ഇപ്പൊ കൊണ്ടുപോകാനും പറ്റത്തില്ല. 3 മാസം കഴിഞ്ഞാ എനിക്ക് തിരിച്ചു വരാൻ പറ്റും. ഇവിടെ അടുത്തൊരു അന്ത്യകൂദേശ കൂടാൻ പോയതാ. വരുന്ന മാസം 20-ാം തീയതിക്കുള്ളിൽ മുതലും പലിശയും തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഇതാ തിരിച്ചടയ്ക്കാനുള്ള തുകയുടെ കണക്ക്. ആരാ നിനക്ക് ഇത്ര കൃത്യമായി വിവരങ്ങൾ തന്നു? പക്ഷെ ഇവിടെ കൂട്ടുകാരും ഇല്ല. ഇദ്ദേഹത്തിന്റെ മകന് കാനഡയിൽ ഒരു തരക്കേടില്ലാത്ത ജോലി ശരിയായിട്ടുണ്ട്. നിങ്ങൾ വീട് വിട്ടിറങ്ങുന്ന കാഴ്ച ഞമ്മക്ക് കണ്ടിരിക്കാൻ കഴിയൂല. എല്ലാം ഞാൻ അപ്പച്ചനോട് സംസാരിച്ചിട്ടുണ്ട്. കണ്ട തോന്നിയാസത്തിനൊക്കെ പോകുമ്പോ എന്തായിരുന്നു ആവേശം. മക്കളെ പറ്റി പറയുമ്പോ ഇവർക്ക് 100 നാവായിരുന്നു. ഇവനെ പറ്റിയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഓർക്കുമ്പോ കഷ്ടം. അവരെന്നെ വിളിക്കാറില്ല. എങ്കിലും എനിക്കുള്ളതെല്ലാം ഇനി എൻ്റെ സാറമോൾക്കും കൂടി ഉള്ളതാ. എനിക്കറിയാം. ആണോ? എൻ്റെ പേര് തോമസ്. എന്നാലാവട്ടെ, ലോറൻസിന്റെ കാര്യത്തിൽ എന്നാലാവും വിധമൊക്കെ ഞാൻ സഹായിക്കാം. വളരെ ഉപകാരം. ശരി, ലേലം റദ്ദ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോറൻസേ, വിഷമിക്കാതിരിക്കോ. ലേലത്തിനെടുത്തവരാ ഈ വന്നിരിക്കുന്നത്. എന്നെ കൊണ്ട് ആരെങ്കിലും വരുവോ ആവോ? വരും, സമാധാനിക്കേ. ഞമ്മടെ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞാ അതുകൊണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാമായിരുന്നു. മറ്റ് പലതിനെയും അവരകറ്റി, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള അച്ഛനമ്മമാരെ. ഒറ്റപ്പെടുത്തുവതാരോ പെറ്റവയറിനെ പോറ്റിയൊരച്ഛനെ ഒറ്റപ്പെടുത്തുവതാരോ ആരോ ആരോ അന്യരായി മാറുവതാരോ. വാർദ്ധക്യം ഒരു കുറ്റമല്ല. അത് ജീവിതയാത്രയിൽ വന്നുപെടുന്ന ഒരവസ്ഥയാണ്. ഉടൻ വരുന്നു.